കുട്ടികളെ നമസ്കാരം. മലയാളം പരീക്ഷ എഴുതുമ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സമയം തികയാതെ വന്നിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. കൃത്യസമയത്തിനുള്ളിൽ എങ്ങനെ നമുക്ക് പരീക്ഷ എഴുതി തീർക്കാം? അതിനായി പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് 3 കാര്യങ്ങളാണ്. 1. സമയക്രമീകരണം. 2. നിർദ്ദേശിച്ചിട്ടുള്ള അളവിൽ മാത്രം എഴുതുക. 3. റിവേഴ്സ് മെത്തേഡ്. സമയക്രമീകരണം എങ്ങനെയാണെന്ന് നോക്കാം. ഇത് 10ാം ക്ലാസ്സിന്റെ ഒരു മാതൃക ചോദ്യപേപ്പറാണ്. ഈ ചോദ്യപേപ്പറിൽ പരമാവധി നമുക്ക് അനുവദിച്ചിട്ടുള്ള സമയം 90 മിനിറ്റ് ആണ്. ഈ 90 മിനിറ്റിൽ ഓരോ ചോദ്യങ്ങൾക്കും എത്ര സമയം എടുക്കണമെന്ന് നമ്മൾ മുൻകൂട്ടി ഒന്ന് കണക്കാക്കണം. 7 മാർക്കിന്റെയോ 8 മാർക്കിന്റെയോ ചോദ്യങ്ങൾക്ക് പരമാവധി നിങ്ങൾക്ക് 20 മിനിറ്റ് വരെ എടുക്കാം. ഇനി 5 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ 10 മിനിറ്റ് വരെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അതല്ല 2 മാർക്കിന്റെ ചോദ്യമാണെങ്കിലോ അതിന് ഒരു 5 മിനിറ്റ് വരെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ രീതിയിൽ സമയക്രമീകരണം നടത്തുകയാണെങ്കിൽ കൃത്യമായും നിങ്ങൾക്ക് പരീക്ഷ കൃത്യസമയത്തിനുള്ളിൽ എഴുതി തീർക്കാൻ സാധിക്കും. രണ്ടാമത് നിങ്ങളോട് പറഞ്ഞ കാര്യം നിർദ്ദേശിച്ച അളവിൽ മാത്രം എഴുതുക എന്നുള്ളതാണ്. നിർദ്ദേശിച്ച അളവ് എന്ന് പറയുന്നത് 1 പുറത്തിൽ 2 പുറത്തിൽ എന്നൊക്കെ നമുക്കൊരു സൂചന തന്നിട്ടുണ്ടാകും. ആ സൂചനയിലുള്ളത് മാത്രം എഴുതിയാൽ മതി. കാരണം അതിൽ കൂടുതൽ എഴുതുമ്പോഴാണ് കൂടുതൽ സമയം നമുക്ക് എടുക്കേണ്ടി വരിക. അപ്പോൾ കൃത്യമായി നമുക്കുള്ള നിർദ്ദേശം എന്താണോ അതിനനുസരിച്ച് മാത്രം എഴുതുക. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം റിവേഴ്സ് മെത്തേഡാണ്. ഇത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഒരു ചോദ്യം അത് നമ്മൾ ആദ്യം എഴുതുക. പുറകിൽ നിന്ന് മുന്നിലേക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി വരിക എന്നതാണ് ഈ രീതി വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുമെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സമയക്രമീകരണം വെച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കുമെങ്കിൽ കൃത്യമായി നിങ്ങൾക്ക് എത്ര സമയമാണോ നമുക്ക് അനുവദിച്ചത് ആ സമയത്തിനുള്ളിൽ തന്നെ പരീക്ഷ എഴുതി തീർക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ മലയാളം വിഷയത്തിന് മാത്രം ബാധകമായിട്ടുള്ളതല്ല, മറിച്ച് വിശദീകരിച്ച് നിങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടി വരുന്ന ഏതൊരു പരീക്ഷകളിലും ഈ രീതി ഉപയോഗിക്കാവുന്നതാണ്. പലപ്പോഴും പല ആളുകൾക്കും മികച്ച മാർക്കുകൾ നഷ്ടപ്പെടുക സമയക്രമീകരണം ഇല്ലാത്തതുകൊണ്ടാണ്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, ഈ മാർഗങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾ പരീക്ഷയെ ധൈര്യപൂർവ്വം അഭിമുഖീകരിക്കൂ.